ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ചീരത്തോരനാണ്. അതിന് വേണ്ടി ചീര നന്നായി കഴുകി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങയും പച്ചമുളകും ഉപ്പും ചേർത്തൊന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഒരു ചട്ടി വെച്ച് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണം, അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. കടുകൊക്കെ പൊട്ടി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച ചീര കൂടി ഇതിലേക്ക് ചേർത്തിളക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ചീര നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ച തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ചേർക്കാം. തേങ്ങാക്കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കരുത്. ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. കുറച്ച് സമയം വെച്ചാൽ മതി. അപ്പോൾ മൂടി തുറന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ചീര ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കാതെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം.